മന്ത്രിസഭാ യോഗം പുരോഗമിച്ചു വരികയാണ്. തർക്കം തീർന്നതോടുകൂടി CPI മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. PM ശ്രീയിൽ സമവായമായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇനി തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കണം എന്നത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിനകത്ത് വിശദമായ ചർച്ച തന്നെ നടക്കും. വിജിൻ വായാന്തോട് ചേരുന്നു. വിജിൻ, എത്ര മണിയോടുകൂടി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കും? സാധാരണ മന്ത്രിസഭാ യോഗം സാധാരണ ഉള്ളതിനേക്കാൾ ഉപരി ഇന്നത് ഒരല്പം നീളാനിടയുണ്ടോ? PM ശ്രീയാണല്ലോ പ്രധാന ചർച്ച. ദിവ്യ, തീർച്ചയായും സാധാരണ മന്ത്രിസഭാ യോഗം പോലെ ആയിരിക്കില്ല ഇന്നത്തെ മന്ത്രിസഭാ യോഗം. കാരണം നവംബർ 1-ാം തീയതി പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. അന്ന് പ്രഖ്യാപിക്കേണ്ട പദ്ധതികളാണ് നിലവിൽ ചർച്ച ചെയ്യാൻ അജണ്ടയായി ഉൾപ്പെടുത്തിയിരുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഉപസമിതി രൂപീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അതിലുള്ള ചർച്ചകൾ ഉയരും. അങ്ങനെയുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചായിരിക്കും മന്ത്രിസഭാ യോഗം അവസാനിക്കുക. അതിനുശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം 5 മണിക്കുള്ളിൽ തന്നെ കാണും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സാധാരണഗതിയിലാണെങ്കിൽ മുഖ്യമന്ത്രി 6 മണിക്കാണ് വാർത്താ സമ്മേളനം നടത്താറ്. പക്ഷേ ഇന്നിപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ ഉടൻ മന്ത്രിസഭാ യോഗം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഒക്കെ വിശദീകരിക്കുക ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാകും. മുഖ്യമന്ത്രി എന്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. നിലവിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നത് മാത്രമാണ്. ഏതൊക്കെ തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് മറ്റേതെങ്കിലും തരത്തിൽ കൂടുതൽ ഒരു CPI ഉറപ്പുകൾ നൽകിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ അറിയേണ്ടത് ആ മന്ത്രിസഭാ യോഗത്തിൽ നിന്നാണ്. കാരണം CPI നേതാക്കൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഒരു കാര്യവും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. എന്തൊക്കെ ഫോർമുലയാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിലുള്ള വിശദീകരണമൊന്നും CPI നേതാക്കൾ നൽകിയിട്ടില്ല. നേരത്തെ D രാജ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന്. അത് രാവിലെ ഈ CPI നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ തീരുമാനവുമാണ്. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത്. ഒപ്പം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വന്ന തീരുമാനങ്ങളുടെ ഒക്കെ വിവരങ്ങളും മുഖ്യമന്ത്രി കൈമാറും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയോട് കൂടിയെങ്കിലും നിലവിലെ മന്ത്രിസഭാ യോഗം കഴിയും. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുറെ ദിവസമായി തുടർന്ന PM ശ്രീയിലെ വിവാദങ്ങളാണ് LDF-ൽ കെട്ടടങ്ങുന്നത്. അതിൽ വിജയം ആരുടേത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ആർക്കും കഴിയാത്ത നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് CPI ഇക്കാര്യത്തിൽ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ ക്രെഡിറ്റ് തങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ഇടതുപക്ഷത്തിന്റെ വിജയമാണ്, മുന്നണിയുടെ വിജയമാണ് എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. അതിനർത്ഥം രാഷ്ട്രീയപരമായി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വിജയപരാജയം ആരുടെയും ആണ് എന്ന തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു അനുനയ ചർച്ചയുടെ ഭാഗമായി ഉയർത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര നേതൃത്വവും ഇരു പാർട്ടികൾക്കും സംസ്ഥാന ഘടകങ്ങൾക്കും അത്തരം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ദിവ്യ, എന്തായാലും മന്ത്രിസഭാ യോഗം ഇപ്പോഴും തുടരുകയാണ്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. PM ശ്രീയിലടക്കം PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ എങ്ങനെയാകും എന്നത് സംബന്ധിച്ചും മുഖ്യമന്ത്രി വിശദീകരിക്കും. വിവരങ്ങളാണ് വിജിൻ വായന്തോടും സുനിൽ ഐസക്കും നൽകിയത്.